അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഗ് ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ സ്കൂളിൽ ഇന്ന് 9th വരെയുള്ള നമ്മളെ പെൺകുട്ടികൾക്ക് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ്, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഇന്ന് അവരുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പാണ്. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമസ്കാരത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അതിൻ്റെ റുക്കിനുകളും വാജിബുകളും അതിൻ്റെ എന്തൊക്കെയാണ് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരം, ഇതൊക്കെ കൃത്യം അവരുടെ അർത്ഥസഹിതം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു നിയത്തിലാണ് നമ്മൾ ക്യാമ്പ് വെക്കുന്നത്. ആ സമയത്ത് അൽഹംദുലില്ലാ റമദാനാണ്, എല്ലാ കുട്ടികളും നോമ്പുള്ള മക്കളാണ്. അപ്പോൾ അങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞ് നമ്മളെ സ്കൂളിൻ്റെ മുറ്റത്ത് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു പായ വിരിച്ച് അവിടെ നോമ്പ് തുറന്നു കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ എല്ലാവരും വുദൂ ചെയ്ത് നമ്മളെ മക്കൾ മുറ്റത്ത് ഇങ്ങനെ ഈ പായ വിരിച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ട്, അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളെ മക്കൾ അതുവരെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറേ ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കുന്നു, നമ്മളെ ടീച്ചേഴ്സും കുട്ടികളും കാര്യങ്ങളൊക്കെ ഇരുന്നങ്ങ് പഠിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ആ നോമ്പ് അങ്ങ് തുറന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് നമ്മളെ ഒരു മോളാണ്, അതിൽ ഖുർആൻ മുഴുവനും ഹിഫ്ള് ചെയ്ത ഒരു മോള് ഇമാമ് നിൽക്കുകയും ഈ സകല പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ആളുകളും എല്ലാ ആളുകളും ആ മോളുടെ ബാക്കിൽ ഇങ്ങനെ നിന്നപ്പം ഞാൻ കൈ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇസ്ലാം എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കുക സഹോദരന്മാരെ. കാരണം ആ മൊമെൻറ്റ് വരെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർ അല്ലെങ്കിൽ അത് എത്ര പവറുള്ള ആളാണെങ്കിലും എത്ര പൈസ ഉള്ള ആളാണെങ്കിലും എങ്ങനെയുള്ള ആളാണെങ്കിലും ആ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഇമാമായിട്ട് നമ്മളെ നയിക്കുന്നത് അപ്പം എന്താണ്? ഖുർആൻ കൂടുതൽ പഠിക്കുന്ന അത് ഹൃദയത്തിലുള്ള ആളുകൾക്കാണ്. അതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും കരം തൂങ്ങുന്നത്. ഒരു പവറോ ഒരു പൈസയോ അല്ലെങ്കിൽ ടീച്ചറാവുന്ന ഒന്നുമില്ല. അവിടെ നമ്മളെ കുട്ടികൾ, ഐ ഫെൽറ്റ് സോ പ്രൗഡ്. അൽഹംദുലില്ലാ, നമ്മളെ മക്കൾ നമ്മളെ ലീഡ് ചെയ്യാണ് പ്രയറിന്. കാരണം അവരുടെ അത്ര ഖുർആൻ്റെ ഇൽമ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ശരിക്കും തോന്നി. ആൻഡ് ഇറ്റ് വാസ് റിയലി എന്താ പറയുക, നമ്മളെ കണ്ണിനെ ഒരു സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നാണ്. ടീച്ചേഴ്സ് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ടീച്ചേഴ്സും കൂടി ഒരുമിച്ച് അവരുടെ കൂടെ ഇരുന്നിട്ട് അവർ ദിക്റുകൾ പഠിക്കുകയാണ്. അല്ലാഹുമ്മ ബഅദ് ബൈനി, അല്ലാഹു നീ അകറ്റണമേ. അപ്പോൾ ടീച്ചേഴ്സും അറിയാത്ത ടീച്ചേഴ്സുണ്ട്, വജ്ജാത്ത് പഠിച്ച ടീച്ചേഴ്സുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് ടീച്ചേഴ്സിൻ്റെ കൂടെ പഠിക്കുമ്പം ആ ടീച്ചേഴ്സിനോട് കുട്ടികൾ ചോദിക്കുക, പഠിച്ചോ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ, വൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പോൾ ടീച്ചേഴ്സ് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ടീച്ചേഴ്സ് ഇതല്ല മാം, ഇതിങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത് കാണുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ, ഇതാണ് ശരിക്കും ദീനിൻ്റെ ഒരു പ്ലഷർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇസ്ലാം ഈസ് വെരി സിമ്പിൾ, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഹമ്പിളാണ്. നോ മാറ്റർ ഹൂ വി ആർ, ഈ ദുനിയാവിൽ നമ്മൾ എന്തായിട്ടും കാര്യമില്ല, അള്ളാഹിൻ്റെ മുമ്പിൽ എപ്പോഴും ദറജ ഉണ്ടാവുക അള്ളാഹിൻ്റെ ആ കലാം പഠിച്ച ആളുകൾക്ക് തന്നെയാണ്, അത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് തന്നെയാണ്. അവിടെ ഒന്നുമല്ല എന്നുള്ളത് ശരിക്കും ആ ഒരു സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു അനുഭൂതിയാണ് മനസ്സിലുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനോട് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നമ്മുടെ മക്കളൊക്കെ എല്ലാ മക്കളും എല്ലാ കുട്ടികളും, കുറേ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നവരുണ്ട്, പക്ഷെ അത് ഹൃദയത്തിലേക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആവാതെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ തട്ടി ഇസ്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ളൊരു ഹുബ്ബ്, അത് യഥാർത്ഥത്തിലുള്ളൊരു ഹുബ്ബ് ഉണ്ടായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളൊരു തൗഫീക്ക് നമ്മളെ മക്കൾക്കൊക്കെ കിട്ടിക്കണമെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. ഈ ദുനിയാവ് തന്നെ എത്ര സന്തോഷമുള്ള ദുനിയാവ്. ആ സൊസൈറ്റി, ആ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഹുബ്ബ് മനസ്സിലുണ്ടാവുമ്പം മൊത്തത്തിലൊരാൾ മാറും. ഇൻഷാ അല്ലാഹ്, മേ അല്ലാഹ് ഹെൽപ്പ് ഓൾ ദ സ്റ്റുഡൻസ് ഹൂ ഈസ് ലേണിംഗ് ഖുർആൻ. ഇനി ഇതുവരെ ഈ വോയിസ് കേൾക്കുമ്പോഴെങ്കിലും മക്കളെ ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കണം. കാരണം നമ്മളെ മക്കളിപ്പോൾ കണ്ടിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, മാം കുട്ടികൾ ഖുർആൻ ഓതുന്നത് കാണുമ്പോഴാണ് ഒന്നുമല്ല നമുക്ക് പഠിക്കണം. അങ്ങനെ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയ ടീച്ചേഴ്സ്
നമുക്ക് ഉണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെയാണ്. അപ്പം ഇനിയെങ്കിലും മക്കളെ, ഇത്രയും കാലം നമ്മൾ ദുനിയാവിന് വേണ്ടി ജീവിച്ചില്ലേ, ഇനി കുറച്ച് കാലം കൂടിയേ നമുക്കുള്ളൂ. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ ഇനി കുറച്ച് കാലങ്ങളുള്ളൂ. ഈ ഉള്ള കുറച്ച് കാലങ്ങൾ നമുക്ക് ഒരു 1-2 ആയത്തെ ഇൻഷാ അല്ലാഹ് ഡെയിലി പഠിച്ച് അതിൻ്റെ അർത്ഥം ഹൃദയത്തോടുകൂടി മനസ്സിലാക്കി അത് നമ്മളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ, അതിനാണ് ആ ഹൃദയത്തിലൊരു നിർഭയത്വം ഉണ്ടാവും. ഒന്നിനും എത്ര സ്ട്രെസ് ഉണ്ടായാലും നമുക്കൊരു ബേജാറില്ല. കാരണം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താങ്ങാൻ പറ്റാതെ തരൂല. കാരണം ഖുർആൻ ഹൃദയത്തിലുള്ള ആളുടെ ഒരു പ്രത്യേകത ആണ് അത്, അല്ലേ? ഒരു മുഅ്മിനിൻ്റെ പ്രത്യേകത ആണ്. ആപത്ത് വന്നാലും അനുഗ്രഹം വന്നാലും അവൻ പറയും അൽഹംദുലില്ലാ. എന്താ അൽഹംദുലില്ലാ. ആപത്ത് വന്നാലും അൽഹംദുലില്ലാ. കാരണം അതിലെന്തുണ്ട്? ഒരു നന്മയുണ്ട്. ഇനി ഒരു നല്ലത് അല്ലാഹ് തന്നാലും അൽഹംദുലില്ലാ. പിന്നെ എന്ത് വേണം ഈ ദുനിയാവിൽ? ഇതിലപ്പുറത്തേക്കൊരു സമാധാനം വേറെ എന്താണുള്ളത്? യഥാർത്ഥ ദീനാണ് സമാധാനം. യഥാർത്ഥത്തിലുള്ള ഇസ്ലാമാണ് ശരിക്കും സമാധാനം. അത് നമ്മൾ മനസ്സിലാക്കിയോ പിന്നെ നമുക്കൊന്നും ബേജാറില്ല ദുനിയാവിൻ്റെ വിഷയത്തിൽ. പിന്നെ നമുക്കൊരു ബേജാറും ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പക്ഷെ അതിലെന്ത് ചെയ്യണം? അവിടാണ് അലാ ബിദിക്രില്ലാഹി തത്മഇൻ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എപ്പോഴും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. കൽബ് ഇങ്ങനെ പടയ്ക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും അള്ളാഹുവിൻ്റെ ഓർമ്മ. ആ ഓർമ്മയിൽ എന്ത് ചെയ്യും? കൽബിന് എല്ലാം തത്മഇന്നുൽ ഖുലൂബ്. അപ്പം അങ്ങനത്തെ ഒരു കൽബ് ഉണ്ടാവാനുള്ളൊരു തൗഫീക്ക് തട്ടെ. അത് എപ്പോഴും ഉണ്ടാവുള്ളൂ. അത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. ആ അള്ളാഹിൻ്റെ സ്മരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കുക, നമ്മൾ ദിക്റുകൾ ചെല്ലുക, നമ്മൾ രാവിലത്തെ വൈകുന്നേരത്തെ അദ്കാറുകൾ അത് മിസ്സാക്കാതെ ചെല്ലുക. അപ്പോൾ നമ്മളുണ്ടാവും, നമ്മളെ ഹൃദയം തത്മഇന്നുൽ ഖുലൂബായിട്ട് മാറും ഇൻഷാ അല്ലാഹ്. മേ അല്ലാഹ് ഓൾ ഹെൽപ്പേഴ്സ്, അല്ലേ, എല്ലാ മക്കളെയും അള്ളാഹു നല്ല ഹൈറായിട്ട് മാർഗത്തിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നാട്ടിൽ പേടിയാണ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. آمين آمين ثم آمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.